എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ 219 വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജഗ്ഗി വാസുദേവ് എന്ന് പറഞ്ഞ ജഗ്ഗി വാസുദേവ് എന്ന് പറഞ്ഞ സദ്ഗുരുവിൻ്റെ കൊച്ചുനാളിലുള്ള ഈ ക്വസ്റ്റ്യനിങ് മൈൻഡ് എന്ന് വെച്ചാൽ ഏതിനെയും ചോദ്യം ചോദിക്കുന്ന ഒരു സ്വഭാവം, ഒരു ഇൻക്വിസിറ്റീവ്നെസ് എന്ന് വെച്ചാൽ എല്ലാത്തിനെക്കുറിച്ചും അറിയണം അതെന്തുകൊണ്ട് ഇതെന്തുകൊണ്ട് എന്നൊക്കെ എപ്പോഴും ഒരു ചിന്തയിലിരിക്കുന്ന ഒരു ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ജഗ്ഗി ആൻഡ് ഹിസ് ക്വസ്റ്റ്യനിങ് മൈൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം കൊച്ചിലെ ജഗ്ഗിക്ക് അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമേ അല്ല. എന്താണെന്ന് വെച്ചാൽ ദൈവവിശ്വാസം എന്തുകൊണ്ടില്ല എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ദൈവത്തിനെ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ അതിനെ ദൈവത്തിൻ്റെ പുറത്ത് എങ്ങനെ വിശ്വാസം വയ്ക്കും, എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഞാൻ കാണാത്ത ഒന്നിനെ എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങളിലെല്ലാം കൊച്ചിലെ സദ്ഗുരു റിബലായിരുന്നു. റിബൽ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ചോദ്യം ചോദിക്കലും, ചിലതേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ, ഞാൻ കാണാത്തത് വിശ്വസിക്കത്തില്ല എന്നൊക്കെ ഉള്ള ചില റിജിഡ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് കാണുമായിരുന്നു കൊച്ചിലെ. ഇപ്പം സ്കൂളിൽ പോകുമ്പം കൂടെ അവരുടെ ജോലിക്കാരി ജഗ്ഗിനെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുവിടും. അപ്പോൾ ജഗ്ഗി പറയും, എന്നെ ക്ലാസ്സിനകത്ത് കൊണ്ട് ഇരുത്തല്ലേ, എന്നെ ആ സ്കൂളിൻ്റെ അടുത്തുള്ള ആ ഓടയുടെ അവിടെ നിർത്തിയാൽ മതി, ഞാൻ പോയിക്കോളാം എന്ന് പറയും. അങ്ങനെ ജോലിക്കാരിയും പയ്യനെ ക്ലാസ്സിനകത്ത് കൊണ്ട് ഇരുത്താതെ ഓടയുടെ അവിടെ വിട്ടേച്ചാൽ അവരങ്ങ് പോവും. അവർക്ക് വീട്ടിൽ ജോലിയുണ്ട്, ശരി, അത്രയും സമയം ലാഭിച്ചാൽ അത്രയായി എന്ന് പറഞ്ഞു. പക്ഷേ ഈ അഴുക്ക് വെള്ളം, ഈ മഴവെള്ളമൊക്കെ ഓടി വരുന്ന ആ ഇതുണ്ടല്ലോ, ഗട്ടറിന് കാവായി എന്ന് പറയും. അഴുക്ക് വെള്ളവും നല്ല വെള്ളം, മഴവെള്ളം എല്ലാം കലർന്ന് ഓടി വരുന്ന ആ ഓടയുണ്ടല്ലോ, ആ ഓടയുടെ അവിടെ സദ്ഗുരുവിന് ഇരിക്കാനാണ് ഇഷ്ടം. സ്കൂൾ നടക്കുമ്പോഴാണ് ഇതൊക്കെ. ക്ലാസ് നീറ്റായിട്ടുള്ള തൂത്ത് തുടച്ച് നീറ്റായിട്ട് വെച്ചിരിക്കുന്ന ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഈ ഗട്ടറിൻ്റെ അവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ഗട്ടറിൽ കൂടെ ഒരുപാട് പാമ്പുകൾ വരും, ഊരുന്നത്, പറക്കുന്നത്, അത് ഇതൊക്കെ അതിനെ ചുറ്റി അവിടെയൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റാണ് കൂടുതൽ. ഈ ഇഴജന്തുക്കളുടെ പുറത്തും, മെയിനായിട്ട് പാമ്പിൻ്റെ പുറത്തും, ഈ പക്ഷികളുടെ പുറത്തും, ഈ ഊരുന്നത്, അങ്ങനത്തെ അനിമൽസിൻ്റെ പുറത്താണ് ജഗ്ഗിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ. അതേപോലെ അമ്പലത്തിൽ പോകുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ജഗ്ഗിയുടെ ഫാമിലി തന്നെ വലിയ ഭക്തിപൂർവ്വം തൊഴുന്ന കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ അവരുടെ അച്ഛൻ ഡോക്ടറായിരുന്നു, ഡോക്ടർ ജോലി നോക്കുന്നു. അവരുടെ അമ്മയാണെങ്കിൽ കുടുംബമേ ഗതിന്ന് അങ്ങനെ ഇരുന്നു. അപ്പം ഇപ്പം ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ അമ്പലത്തിൽ പോകണം, 10 ദിവസത്തിനൊരിക്കൽ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം, കുറിയിടണം, അങ്ങനെ ഒരു നിർബന്ധമുള്ള കുടുംബമേ അല്ല. എന്നാലും ഇവരൊക്കെ ചിലപ്പോൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് അമ്പലത്തിലൊക്കെ പോകും. അപ്പം ജഗ്ഗിക്ക് അമ്പലത്തിനകത്ത് കയറാനേ ഇഷ്ടമല്ല. അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പറയും, എന്നെ വെളിയിൽ വിട്ടേക്ക്, ഞാൻ വരുന്നില്ല എന്ന്. അപ്പോൾ ഇപ്പം അമ്പലത്തിൻ്റെ വാതിക്കെ എപ്പോഴും ഈ ചെരുപ്പ് കാത്തു സൂക്ഷിക്കാൻ ഒരു കൗണ്ടർ കാണുമല്ലോ, ആ പയ്യൻ്റെ അടുത്ത് ജഗ്ഗിയെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ അവരുടെ അമ്മ പറയുന്നു, പയ്യനെ നല്ലപോലെ ശ്രദ്ധിക്കണേ, ഒരു നിമിഷം നീ കണ്ണടഞ്ഞാലും അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തോന്നിയാൽ ഓടിക്കളയുവേ, ഇവനെ പിടിച്ചോണ്ടേന്ന്. അപ്പോൾ അവനും ഇടത് കൈ കൊണ്ട് ആ കൊച്ചിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് വലത് കൈ കൊണ്ടാണ് ഈ കാശെടുത്ത് ഇടുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ജഗ്ഗി പറയുന്നത്, എനിക്ക് അമ്പലത്തിൽ പോകുന്നതിനെക്കാട്ടിലും വെളിയിലിരുന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അതായത് അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുടെ മുഖം നോക്കും, ഞാൻ എല്ലാവരുടെയും മുഖം ഇങ്ങനെ നോക്കുമ്പം
അമ്പലത്തിൽ പോകുമ്പം ആൾക്കാർക്ക് വലിയ ദുഃഖം. അതുകൊണ്ടാണല്ലോ എല്ലാവരും അമ്പലത്തിൽ പോകുന്നത്. മനപ്രയാസം മാറ്റാനാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു, എനിക്കത് വേണം ഇത് വേണമെന്ന്, അതിനാണല്ലോ പോകുന്നത്. പക്ഷേ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്നവരുടെ മുഖത്ത് നോക്കിയാലും ഒരു സന്തോഷവുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ദൈവത്തിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടുമാണ് വെളിയിൽ വരുന്നത്. ദൈവം എന്നെ ദ്രോഹിച്ചു, ദൈവം എന്നെ സഹായിക്കുന്നില്ല, അങ്ങനെ ദൈവത്തിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പം സദ്ഗുരു ഇങ്ങനെ വെളിയിലിരുന്നുകൊണ്ട് ആളുകൾ അമ്പലത്തിനകത്ത് പോകുന്നവരെയും വെളിയിൽ വരുന്നവരെയും മുഖത്ത് ഇങ്ങനെ തുറച്ച് നോക്കുമെന്ന്, അവരുടെ മുഖഭാവങ്ങൾ എങ്ങനെ ഉണ്ട്. അപ്പം പോകുമ്പം മനപ്രയാസത്തോടെ പോകുന്നു, ശരി, വരുമ്പോഴെങ്കിലും സന്തോഷമായിട്ട് വരുന്നോ എന്ന് നോക്കുമെന്ന്. അങ്ങനെ അപ്പം സദ്ഗുരു പറയുന്നത്, ഈ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുടെ മുഖത്തുള്ള സന്തോഷത്തിനെക്കാട്ടിലും ആളുകൾ ഈ ഹോട്ടൽസിൽ പോയിട്ട് കഴിച്ചിട്ട് വരുമ്പം ഭയങ്കര ചിരിയോടും സന്തോഷത്തോടും മനനിറവോടുമാണ് വരുന്നത്. മനസ്സ് നിറഞ്ഞുമാണ് വരുന്നത്. വയറ് നിറയുമ്പോൾ മനസ്സ് നിറയുമായിരിക്കും. ആ സന്തോഷം പോലും ഈ അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി വരുന്നവരുടെ മുഖത്ത് ഞാൻ കാണാറില്ല എന്നൊക്കെ അപ്പോഴേ ശ്രദ്ധിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ അമ്പലത്തിൽ പോകുന്നവർ ചെരുപ്പിടുമല്ലോ, അവിടെ ചെരുപ്പിട്ട് എറിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ അവിടെ ഇട്ടേച്ച് പോകും. അപ്പം തിരിച്ചു വരുമ്പം ഒരുപാട് ചെരുപ്പുകൾ കാണാതെ പോകും. അപ്പം അതിനും അവർ വഴക്കിടും. അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പം സദ്ഗുരു പറയുന്നത്, ഈ ഈശാ യോഗ സെൻറ്ററിൽ ലക്ഷക്കണക്കാன ആൾക്കാർ പോകുന്നുണ്ട്. എന്നാലും ഒരുത്തർ പോലും ഇതുവരെ എൻ്റെ ചെരുപ്പ് കണ്ടില്ലെന്ന് കംപ്ലൈൻറ്റേ ചെയ്തിട്ടില്ല. ആരുടെയും ചെരുപ്പ് കാണാതെ പോകുന്നില്ല എന്നുള്ളതാണ്. അത് ഞാനും ശ്രദ്ധിച്ചു. അത് എങ്ങനെ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഈശാ യോഗ സെൻറ്ററിൽ എപ്പോഴും ഒരു 2 വർഷം അടിക്കടി പോവുമായിരുന്നു. ഒരു പ്രാവശ്യം നമ്മൾ ഫാമിലിയോടെ പോയി എല്ലാം കണ്ട് മനസ്സിലാക്കി. അതിന് പിന്നെ ഞാൻ ആരെയും ആശ്രയിക്കാറില്ല. ശബരി എക്സ്പ്രസ്സിൽ രാവിലെ ഇവിടുന്ന് 7 മണിക്ക് വിട്ടാൽ വൈകുന്നേരം അവിടെ പോയി എത്തും. ഒരു ടാക്സി വിളിച്ച് നേരെ ഈശാ യോഗ സെൻറ്ററിൽ പോയാൽ 3 ദിവസമോ 5 ദിവസമൊക്കെ അവിടെ നിൽക്കും ഞാൻ. അപ്പം ഈ ധ്യാനലിംഗത്തിൻ്റെ വെളിയിൽ ലിംഗഭൈരവിയുടെ അമ്പലത്തിൻ്റെ വെളിയിലൊക്കെ ചെരുപ്പിടുമ്പം ചുമ്മാ എടുത്ത് എറിയാനോ അവിടെ കൂന കൂട്ടി വയ്ക്കാനോ അതിനൊന്നും അവർ സമ്മതിക്കത്തില്ല. അവിടെ പോലും വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മളെ അടുക്കി പെറുക്കി ഒരു ക്രമത്തിൽ അവിടെ വയ്ക്കാനാണ് അവർ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്യും. അത്രയും പർട്ടിക്കുലറായിരുന്നു സദ്ഗുരു ഈ ഈശാ യോഗ സെൻറ്റർ തുടങ്ങിയതിന്. പിന്നെ അപ്പം പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, അതിന് കാരണം എൻ്റെ പേരൻസ് എല്ലാം അമ്പലത്തിൽ പോകുമ്പം എന്നെ ആ ചെപ്പൽവാലായുടെ കെയർ ഓഫിൽ വിട്ടേച്ച് പോയല്ലോ, അപ്പോഴാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ചിലർ വലുതാകുമ്പം വളരെ സ്ട്രിക്റ്റായിട്ടിരിക്കും അവരവരുടെ കാര്യത്തിലും മറ്റവരുടെ കാര്യത്തിലും. അപ്പം ചോദിച്ചാൽ പറയും, എൻ്റെ അച്ഛൻ അങ്ങനായിരുന്നു, എൻ്റെ അപ്പൂപ്പൻ അങ്ങനായിരുന്നു. ഇപ്പോൾ ചെറിയ ഒരു എക്സാമ്പിൾ ഉദാഹരണം പറയാമല്ലോ. ഇപ്പോൾ ചിലർ എല്ലാവരുമേ കുളിച്ചിട്ട് വരുമ്പം ചിലർ തോർത്ത് ബെഡിലിടും, അല്ലെങ്കിൽ കസേരയിലിടും, അവിടെ ഇട്ടിട്ട് പോകും. ചിലരങ്ങനല്ല, വെളിയിൽ പോയി അശയിൽ വിരിച്ചിട്ട് വരും. എന്തുകൊണ്ട് ഈ 2 വിധമായിട്ടുള്ള ബിഹേവിയർ? അതൊക്കെ അവർ മൂത്തവരെ കണ്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അമ്മയച്ഛനും അവരെ ചിട്ടയോട് വളർത്തിയ കൊണ്ടാണ് അങ്ങനെയൊക്കെ. ചെറിയ കാര്യം, തോർത്ത് എവിടെ ഇട്ടാൽ എന്താ, കുളി കഴിഞ്ഞാൽ പിന്നെ തോർത്തിന് പ്രാധാന്യമില്ല, എവിടെ ഇട്ടാൽ എന്താ അന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ ആ തോർത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മാത്രമേ അടുത്ത ദിവസം അതിനെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു രീതിയിലായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എണ്ണയും മെഴുക്കും വെള്ളവും എല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് എറുമ്പ് വരെ വരും അവിടെ കൊണ്ടിട്ടാൽ. ചിലർ ബെഡിലേ ഇട്ടേച്ച് പോകും. അപ്പം കൊച്ചിലേ നമ്മളെ നോക്കിക്കണ്ട് പഠിപ്പിച്ച് എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പം കൊച്ചിലേ ഇത്രയും ആ കൊച്ച്
പയ്യനായിരിക്കുമ്പം തന്നെ ആലോചിച്ച് വെച്ചതാണ്. അപ്പോൾ ആ കൊച്ചിനെ സംബന്ധിച്ചവരെ, ആ പയ്യനെ സംബന്ധിച്ചവരെ ഞാൻ ഒരു ഈശ യോഗ സെൻറ്റർ വലുതായിട്ട് കെട്ടും അങ്ങനെ ഒരു ചിന്തയും ഇല്ലാത്ത പ്രായമാണ്. എന്നാലും ആ കൊച്ചിലെ പഠിച്ച പാഠങ്ങളാണ് വലുതാകുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം സദ്ഗുരുവിൻ്റെ വാദം എന്തുവാന്ന് വെച്ചാൽ, ഈ റിച്വൽസ്, ഈ പൂ സമർപ്പിക്കുന്നത്, കർപ്പൂരം കാണിക്കുന്നത്, അത് പഴവും തേങ്ങയും ഒക്കെ കൊണ്ട് ഉടയ്ക്കുന്നത്, അതൊക്കെ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൊണ്ട് തുടങ്ങി വെച്ചതാണ്. ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു ഉറപ്പില്ല, ജീവിതത്തിനെക്കുറിച്ച് ഒരു ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഗണപതി കോയിലിൽ പോന്നു, ഞാൻ ഇന്ന് പരീക്ഷയ്ക്ക് പോന്നു, പാസ്സാവണേ, പാസ്സായാൽ 2 തേങ്ങ ഉടയ്ക്കാം, പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ, ഇല്ലയോ? അപ്പോൾ അതൊക്കെ അവനവൻ്റെ പുറത്തുള്ള കോൺഫിഡൻസ്, ഉറപ്പില്ലാത്ത കൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ വലിയ ഒരു പ്രോസസ്സായിട്ട് അങ്ങ് മാറി എന്നാണ് സദ്ഗുരു പറയുന്നത്. അപ്പം സദ്ഗുരുവിനെ പുറത്തവരെ ഈ ഒന്നീ ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം, അളവിന് മീറിയ ആഗ്രഹം, ഒന്നേ അത്യാഗ്രഹം അല്ലെങ്കിൽ പേടി, ഈ 2 കാരണം കൊണ്ടാണ് ആളുകളൊക്കെ അമ്പലത്തിൽ പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനും കാശുണ്ടാക്കാനും എന്ന് വെച്ചാൽ അവർക്ക് 2 കൈയും 2 കാലും തലച്ചോറിലുള്ള 2 സെൽസും ഉണ്ടെങ്കിൽ, 4-5 സെൽസും ഉണ്ടെങ്കിൽ അത് മതി അവന് കാശുണ്ടാക്കാൻ. കാശിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നേരെ ചൊവ്വേ ചെയ്താൽ തന്നെത്താനെ അത് വരും എന്നുള്ളതാണ് സദ്ഗുരുവിൻ്റെ വാദം. കൊച്ചിലേ ഉള്ള സംസാരമാണ് നമ്മൾ പറയും. ഇപ്പം ഈ പ്രായത്തിലല്ല. അങ്ങനെ ആയെങ്കിൽ പിന്നെ സദ്ഗുരു എന്തിനാ ഈ ലിംഗഭൈരവി അമ്പലം ഉണ്ടാക്കിയേ? സദ്ഗുരു തന്നെ ലിംഗഭൈരവിയുടെ പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. ആ റെക്കോർഡ് അവിടെ ഓടുന്നുണ്ട്. നമ്മളവിടെ ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ, അവിടെ പൂജ നടക്കുമ്പം സദ്ഗുരുവിൻ്റെ ഓൺ വോയിസിൽ പാടിയ പാട്ടുകളൊക്കെ അവിടെ റെക്കോർഡായിട്ട് ഇടുന്നുണ്ട്. അപ്പം അതിനും ഒരു പ്രാവശ്യം സദ്ഗുരു പറഞ്ഞതാണ്, എനിക്ക് ധ്യാനലിംഗം മാത്രം ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ആളുകളുടെ ആവശ്യത്തിന് ഏറ്റ പോലാണ് ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലിംഗഭൈരവി എന്നുള്ള ഒരു ദേവിയുടെ അമ്പലം പണിഞ്ഞത്. അതായത് വെറും ഒരു ലിംഗത്തിനെ കണ്ട് ആ ലിംഗത്തിൽ നമ്മുടെ 7 ചക്രങ്ങളുടെ റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ട്. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, അങ്ങനെ 7 ലൈനുണ്ട് അവിടെ. അപ്പം ഓരോ ചക്രത്തിനെ കുറിക്കുന്ന പോലെ ഓരോ ഭാഗം, അങ്ങനെയാണ് 7 ചക്രങ്ങളെ കുറിക്കുന്ന ധ്യാനലിംഗം പണിഞ്ഞത്. അപ്പോൾ അതൊക്കെ പണിയുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നൊക്കെ ഒരുപാട് വേറെ പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടുന്ന് ഞാൻ വരുമ്പോഴെല്ലാം കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് എനിക്കത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സദ്ഗുരു നമുക്ക് വേണ്ടി അങ്ങനെ ഒരു ധ്യാനലിംഗം പണിഞ്ഞെങ്കിലും ഒരുപാട് പേർക്ക് അതിൻ്റെ പുറത്ത് ഒരു മനസ്സിരുത്തി കണ്ണടച്ച് ധ്യാനിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഈ വിഗ്രഹ ആരാധനയിൽ, നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പോഴും ആ വിഗ്രഹ ആരാധനയോടാണ് ഇഷ്ടം. അതിനുള്ള അഭിഷേകം കാണണം, പൂ കൊടുക്കണം, ചന്ദനം കൊടുക്കണം, പഴവും തേങ്ങയും ഒക്കെ വെറ്റിലപ്പാക്ക്, പഴം, തേങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അത് കൊടുത്തിട്ട് നമ്മുടെ ആപ്പാത്തലെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരുമ്പോൾ ഒരു സമാധാനം, എല്ലാം നേരെയാകും എന്നുള്ള വിചാരം. അത് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുറത്ത് വിശ്വാസമില്ല, നിങ്ങൾക്ക് പേടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാഗ്രഹം. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് ആളുകളിങ്ങനെ ചെയ്യുന്നതെന്നാണ് സദ്ഗുരുവിൻ്റെ അപ്പോഴത്തെ ഒരു നിഗമനം. അതൊക്കെയാണ് പറയുന്നത്. അപ്പം സദ്ഗുരു അപ്പോഴൊക്കെ ആലോചിക്കുമെന്ന്, കുറച്ചുകൂടെ വലുതായ പിന്നീട് ഇന്ത്യ വന്ന് ഇത്രയും വലിയ കൺട്രിയാണ്, ഇന്ത്യയിൽ ഉള്ളതുപോലെ ദൈവങ്ങൾ വേറെ ഏത് കൺട്രിയിലും ഇല്ല, വേറെ ഏത് നാട്ടിലുമില്ല. 33,000 ദൈവങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിലാണ് പകുതി പോപ്പുലേഷൻ, പകുതി ജനങ്ങൾക്ക് ഇപ്പോഴും കഴിക്കാൻ നേരെ ചൊവ്വേ കിട്ടാതിരിക്കുന്നത്. അപ്പം
ഭക്തിയോടെ ഇരിക്കുന്ന ഇന്ത്യയിൽ ഇത്രയും ദൈവങ്ങളെ ഉണ്ടാക്കിയ മനുഷ്യൻ അത്രയും ഭക്തിപൂർവ്വം അത്രയും അമ്പലങ്ങളെല്ലാം പണിഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്താ പകുതി പേർക്ക് ചാപ്പാട് പോലും കിട്ടാത്ത ഒരു ഗതി, ഇങ്ങനത്തെ ഒരു ഗതികേട് വന്ന എന്തുകൊണ്ട് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ കൊച്ചിലെ സദ്ഗുരുവിന് വലിയ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. ഫാമിലിയിലാണെങ്കിലും 2 ചേച്ചിമാരുണ്ട്, ഒരു ചേട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മ ഉണ്ട്, മുത്തശ്ശിയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും ആരെടുത്ത് അങ്ങനെ ക്ലോസ് ആവത്തില്ല. പിന്നെ സദ്ഗുരു വളർന്നു വന്നപ്പം അവരുടെ അമ്മ തന്നെ ഈ പയ്യൻ മറ്റേ കുട്ടികളെക്കാട്ടിലും വ്യത്യാസമായവനാണ് എന്ന് മനസ്സിലാക്കിയെടുത്തു. അപ്പം ചിലപ്പോൾ സംസാരിക്കുമ്പം സദ്ഗുരു സദ്ഗുരുവിൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ചേട്ടൻ്റെ രീതി എന്ന് വെച്ചാൽ ഒരു മൂത്ത ചേട്ടൻ എങ്ങനെ സംസാരിക്കും അനിയത്തി അടുത്ത്, അങ്ങനത്തെ രീതിയിലായിരിക്കും സദ്ഗുരു സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ആ മെൻ്റൽ മെച്യൂരിറ്റി, ആ വയസ്സിനുള്ള മനസ്സിൻ്റെ മുതിർച്ചയല്ല. ഒരമ്മയ്ക്ക് അമ്മയുടെ മൂത്ത ചേട്ടൻ്റെ കൂട്ട് മകൻ സംസാരിക്കണമെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് മെൻ്റൽ മെച്യൂരിറ്റി അപ്പോഴേ ഉണ്ടായിരുന്നു കൊച്ചിലെ. അപ്പം അങ്ങനെ അമ്മ ചിലപ്പം വളരെ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പം ഒരു പ്രാവശ്യം അവരുടെ അമ്മയും മോനും, അതായത് ജഗ്ഗിയും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ അങ്ങനെ ഒരുപാട് അങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പം ആ സ്നേഹത്തിൽ അലിഞ്ഞു പോയതല്ല ജഗ്ഗി ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴും ചോദ്യമാണ്. അപ്പോൾ അമ്മയടുത്ത് ചോദിച്ചെന്ന്, അമ്മ എൻ്റെ അടുത്ത് അമ്മ ഇത്രയും സ്നേഹം കാണിക്കുന്നു, ഇതേ ഞാൻ അടുത്ത വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ എന്നോട് നിങ്ങൾ ഇത്രയും സ്നേഹം കാണിക്കുമോ എന്ന് ചോദിച്ചെന്ന് 14 വയസ്സിൽ. അപ്പം അമ്മയ്ക്ക് വല്ലാതായിപ്പോയി. അപ്പം അമ്മയ്ക്കും അതിൽ പല കാര്യങ്ങൾ പിടികിട്ടി. എന്നാലും ഇങ്ങനെ ഒരു ചോദ്യം മോൻ്റെ അടുത്തുനിന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പം മോൻ ചോദിക്കുന്നതിലും സംസാരിക്കുന്നതിലും അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതാണ് കാര്യം. പിന്നെ വേറൊരു കാര്യം, സദ്ഗുരുവിന് എപ്പോഴും കൊച്ചിലേ തൊട്ടേ ഈ മരണത്തിനെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉണ്ടാകും മനസ്സിൽ. പക്ഷേ അതെല്ലാം ആരടുത്തും ചോദിക്കാനും തോന്നിയില്ല. എന്നുവെച്ചാൽ ചോദിച്ചാൽ അതിന് ഏറ്റ ആൻസർ വിട കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾ ഈ മരണത്തിനെക്കുറിച്ച് സദ്ഗുരുവിൻ്റെ മനസ്സിൽ ആ കൊച്ചുനാളിലെ ഓടിക്കൊണ്ടിരിക്കുക. ചിലപ്പം മൈസൂരിലെ മശാനത്തിലൊക്കെ പോകുന്നു രാത്രി, കൊച്ചായിരിക്കുമ്പോൾ. രാത്രിയൊക്കെ ഞാൻ ഈ പട്ടിയെ വാക്കിങ്ങിന് കൊണ്ടുപോവുക അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് മശാനത്തിൽ പോയിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന്. ആ ഡെഡ് ബോഡി കത്തുന്നതും ഓരോ പാർട്സ് ഇങ്ങനെ ഇറ്റിറ്റ് വീണതും ഈ മസിലൊക്കെ ആ തീയിൽ കത്തി വെള്ളം പോലെ ഇറ്റ് വീഴും. അതുപോലെ ഈ ബോൺസൊക്കെ ഒരുപാട് തീയിലാകുമ്പം വെടിക്കും. അങ്ങനെ നടക്കുന്നതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, യാതൊരു സെൻറ്റിമെൻറ്റ്സും ഇല്ലാതെ. അതായത് മനസ്സ് നല്ല ഹാർഡാക്കി വെച്ചോണ്ട് വെച്ചാൽ അതൊക്കെ കാണുമ്പം ഒരുപാട് പേർക്ക് പേടിയാണ്. ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം മശാനത്തിൽ പോകരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അത് പെണ്ണുങ്ങളുടെ മനസ്സ് കുറച്ച് കൂടുതൽ അലിയുന്ന ടൈപ്പാണ്. ആണുങ്ങൾക്കുള്ള മനസ്സിൻ്റെ കട്ടി പെണ്ണുങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ആണുങ്ങളെ മാത്രം മശാനത്തിൽ പോകാൻ അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് വരെ സൊസൈറ്റിയിൽ അങ്ങനെയാണ്, പെണ്ണുങ്ങളാരും അങ്ങനെ പോകാറില്ല. അപ്പം കൂടുതൽ അവർ പേടിക്കും, കൂടുതൽ മനസ്സലിയും, പിന്നെ അവർക്ക് ചിലപ്പം ഭ്രാന്ത് പിടിക്കും. അങ്ങനെയൊക്കെ ഉള്ള പേടി കൊണ്ടാണ് പെണ്ണുങ്ങളെ വീട്ടിൻ്റെ വാതിൽക്ക വരയിലുവേ അനുവദിക്കത്തുള്ളൂ. അതിന് പിന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള അനുമതിയില്ല. പക്ഷേ ഈ കൊച്ചു പയ്യൻ ആ മശാനത്തിൽ പോയിരുന്നുകൊണ്ട് ഈ അവിടുത്തെ ആ എല്ലൊക്കെ എടുത്ത്
തീയിലിടുക, അവിടെ ഉള്ള എല്ല് അത് ഇതൊക്കെ കളക്ട് ചെയ്യുക. അങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ കൊച്ചിലേ ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, ഒരു പ്രാവശ്യം സദ്ഗുരുവിന് എന്തോ ഈ മരണമെന്ന് വെച്ചാൽ എന്തുവാ, മരണം സംഭവിക്കുന്നു എന്ന് പറയുമ്പം എന്തുവാ നടക്കുന്നേ, നമ്മളുടെ ദേഹത്ത് മരണം സംഭവിക്കുമ്പോൾ എന്തുവാ നടക്കുന്നേ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇവരുടെ അച്ഛൻ ഡോക്ടറാണല്ലോ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗാർഡിനൽ സോഡിയം ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പം ഉറക്ക ഗുളികയായിരിക്കും. ഒരു 98 ഉറക്ക ഗുളിക ഒന്നിച്ചെടുത്തങ്ങ് വിഴുങ്ങി. അതായത് മരിക്കണം, ഞാൻ മരിക്കാൻ പോവുക, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയണം. അതായിരുന്നു അപ്പോഴത്തെ ആഗ്രഹം. അങ്ങനെ മരുന്നെടുത്ത് വിഴുങ്ങി ബോധം കെട്ട് വീണു. പിന്നെ 3 ദിവസം കഴിഞ്ഞാണ് അവരുടെ അച്ഛൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നത് മനസ്സിലാവുന്നത്. 3 ദിവസം കഴിഞ്ഞാണ് ബോധം തെളിഞ്ഞത്. അപ്പം അവരുടെ വീട്ടിലെ എല്ലാവരും ചോദിച്ചു, നീ എന്തുവാടാ ചെയ്തേ, ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന്. ഞാൻ അറിയാതെ ഏതോ പൂ എടുത്ത് പറിച്ച് തിന്നു, അതുകൊണ്ടാണ് എന്നങ്ങ് പറഞ്ഞു. അല്ലാതെ അച്ഛൻ്റെ മരുന്നെടുത്ത് കഴിച്ചെന്നോ, അച്ഛൻ്റെ മരുന്നിൽ നിന്ന് ഇത്രയും ഉറക്ക ഗുളിക എടുത്ത് കഴിച്ചെന്നോ അങ്ങനെയൊന്നും പറയാൻ പോയില്ല. പക്ഷെ അതിനെക്കാട്ടിലും 3 ദിവസം കഴിഞ്ഞാണ് എണീച്ചത്, ബോധം തെളിഞ്ഞത്. പക്ഷേ അപ്പോഴും സദ്ഗുരുവിന് ഒരു വലിയ മനപ്രയാസം. എന്താ വെച്ചാൽ, ഞാൻ മരിക്കാൻ വേണ്ടി ടാബ്ലറ്റ്സ് കഴിച്ചു, മരിച്ചില്ല, എന്ത് നടന്നു എന്ന് എനിക്കൊന്നും അറിയുന്നില്ല എന്നുള്ള അതിനെക്കുറിച്ചുള്ള വിഷമമായിരുന്നു കൂടുതൽ. അതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം സദ്ഗുരു ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ദസറ ഹോളിഡേയ്സ്, മൈസൂരിലൊക്കെ ദസറ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ 10 ദിവസം ഭയങ്കര ആഘോഷമാണ്. എന്താ വെച്ചാൽ അവിടെ മൈസൂർ പാലസൊക്കെ ഫുൾ പാലസും ലൈറ്റ് ഇട്ട് വെച്ചേക്കും. അത് കാണാൻ വേണ്ടി ഇന്നും ആൾക്കാർ മൈസൂർ പോകുന്നുണ്ട് ദസറ സമയത്ത്, ഈ പൂജ ഹോളിഡേയ്സ് സമയത്ത്. അങ്ങനെ ഈ ദസറ ഹോളിഡേയ്സ് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ തിരിച്ചു വന്നു. അതിൽ സുചരിത എന്നുള്ള ഒരു പെണ്ണ് വന്നില്ല. അപ്പം ഈ സുചരിതയുടെ പേര് വിളിക്കുമ്പം ടീച്ചർ അറ്റൻഡൻസ് എടുക്കുമല്ലോ, എല്ലാവരുടെയും പേര് വിളിക്കുമല്ലോ. അങ്ങനെ സുചരിതയുടെ പേര് വിളിക്കുമ്പം ഈ ആമ്പിള്ളേരെല്ലാം സദ്ഗുരു സഹിതം പെണ്ണിൻ്റെ ശബ്ദത്തിൽ, അവളുടെ ശബ്ദത്തിൽ പ്രസൻറ്റ് മാഡം അല്ലെങ്കിൽ പ്രസൻറ്റ് ടീച്ചർ എന്നങ്ങാനും പറയുമായിരിക്കും. അങ്ങനെ 10-20 ദിവസം ഈ പ്രോക്സി കൊടുക്കുന്നു എന്ന് പറയും. വരാത്ത പിള്ളേർക്കെല്ലാം അറ്റൻഡൻസ് കൊടുക്കും. അങ്ങനെ 10-20 ദിവസം കഴിഞ്ഞു. പിന്നാണ് ആ സുചരിത എന്നുള്ള കുട്ടി ദസറ ഹോളിഡേയ്സിന് പിന്നെ ഒരു ദിവസം പോലും സ്കൂളിൽ വന്നിട്ടേയില്ല, അവൾ മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പം ജഗ്ഗിക്ക് ഒരു ചെറിയ പ്രയാസം. അപ്പം മരിച്ചല്ലോ, എൻ്റെ ക്ലാസ്മേറ്റ്, എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച പെണ്ണ് മരിച്ചു, അപ്പോൾ അവൾ എങ്ങനെ മരിച്ചു കാണും എന്നൊക്കെ അറിയാൻ വേണ്ടി, അതറിയാൻ വേണ്ടി ആ സുചരിതയുടെ ചേട്ടനെ പോയി കണ്ടു. അപ്പം ചേട്ടൻ പറഞ്ഞത്, അവൾ ഇങ്ങനെ ഏതോ അസുഖമായിട്ട് മരിച്ചു. മരിക്കുന്ന സമയത്ത് ലാസ്റ്റ് 2-3 ദിവസം മരിക്കാൻ പോകുന്ന സമയത്തൊക്കെ ജഗ്ഗി എന്തോ പറഞ്ഞു. പക്ഷേ അത് എനിക്ക് ഒന്നും പിടികിട്ടിയില്ല, ഞങ്ങൾക്കാർക്കും അത് മനസ്സിലായില്ല. അപ്പം ആ കൊച്ചിൻ്റെ ക്ലാസ്മേറ്റാണല്ലോ ജഗ്ഗിയെക്കുറിച്ച് അവളെന്തോ പറയാൻ വന്നിരിക്കുന്നു. ജഗ്ഗി എന്നൊക്കെ പറഞ്ഞു. ആ വാക്ക് ഞങ്ങൾ കേട്ടു, പക്ഷേ ഞങ്ങൾക്കൊന്നും പിടികിട്ടിയില്ല. അങ്ങനെയാണ് അവൾ മരിച്ചത് എന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് ഒരു 30 വർഷം കഴിഞ്ഞ് ഈശ യോഗ സെൻറ്റർ തുടങ്ങിയ പിന്നീട് ആശ്രമത്തിൽ ഒരു പെണ്ണ് വന്നു ജഗ്ഗിയെ കാണാൻ, സദ്ഗുരുവിനെ കാണാൻ. ആ കുട്ടിയെ കണ്ടപ്പം അതേ സുചരിതയുടെ അതേ സൈസ്, അതേ പൊക്കം, അതേ ദേഹവാക്ക്,
അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്തൊക്കെ സംസാരിച്ചോ അതേപോലത്തെ സംസാരം, ചില വാക്കുകളൊക്കെ ആ സമയത്ത് എന്തോ സംസാരിച്ചോ അതുപോലെ ഇവളും ഈ കുട്ടിയും സംസാരിക്കുന്നു. 30 വർഷം കഴിഞ്ഞാണ് നടക്കുന്നത്. അപ്പം സദ്ഗുരുവിന് മനസ്സിലായി ഇത് നമ്മുടെ ക്ലാസ്മേറ്റ് സുചരിതയുടെ മറുജന്മമാണ്. അപ്പോൾ ഈ ജന്മത്തും 10-30 വയസ്സായപ്പം അവൾ തന്നെത്താനെ ആ ജഗ്ഗി എന്ന് പറയുന്ന സദ്ഗുരുവിനെ തേടി വന്നിരിക്കുന്നു. അങ്ങനെയാണ് ആശ്രമത്തിൽ വന്നത്. ആശ്രമത്തിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അപ്പം തന്നെ സദ്ഗുരുവിന് പിടികിട്ടി ഇത് നമ്മുടെ ക്ലാസ്മേറ്റ് സുചരിതയുടെ ആത്മാവാണ് എന്ന്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.